ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആവറേജ് എന്ന് പറയുന്ന അഥവാ ശരാശരി എന്ന് പറയുന്ന ഭാഗത്തെ കുറച്ച് സൂത്രവാക്യങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചത് ടൈപ്പ് 1മായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബാക്കിയായിട്ടുള്ള ടൈപ്പ് 2ലെ കുറച്ച് ഇക്വേഷൻസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ടൈപ്പ് 2 ആണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. മെയിനായിട്ട് ടൈപ്പ് 2ൽ ശരാശരി വേഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇവിടെ പഠിക്കുന്നത്. നമുക്കറിയാം PYQs ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും. ശരാശരി വേഗം കാണുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മളിവിടെ ടൈപ്പ് 2ൽ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ഒരു നിശ്ചിത ദൂരം x km/h വേഗതയിലും അതേ ദൂരം y km/h വേഗതയിലും വേഗത്തിലും സഞ്ചരിച്ചാൽ അയാളുടെ, അതായത് y km/h വേഗതയിൽ അതേ ദൂരം സഞ്ചരിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാളുടെ ശരാശരി വേഗം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 2xy / x + y km/h ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ദൂരം തുല്യമാണ്, വേഗങ്ങൾ തമ്മിലാണ് വ്യത്യസ്തമായിരിക്കുന്നത് അല്ലേ. വേഗം എന്ന് പറയുന്നത് x km/h y km/h വേഗതയാണ്. അപ്പോൾ ഇവിടെ ദൂരം അഥവാ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആണെന്ന് ഓർക്കുക. വേഗങ്ങളാണ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ, അതായത് വേഗങ്ങൾ ഡിഫറെൻ്റ് ആണ്, ദൂരങ്ങൾ സെയിം ആണ്. ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത്, സഞ്ചരിക്കുന്ന ദൂരങ്ങളും വേഗങ്ങളും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന കേസ്. ആ ഒരു കേസിൽ നമ്മൾ ശരാശരി വേഗത കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ആകെ സഞ്ചരിച്ച ദൂരത്തെ ആകെ സഞ്ചരിക്കാനെടുത്ത സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ശരാശരി എന്ന് പറയുന്നത് ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡഡ് ബൈ ആകെ സമയം കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മൾ പഠിച്ചത് ദൂരങ്ങൾ സെയിം ആണ്, പക്ഷേ വേഗങ്ങൾ ഡിഫറെൻ്റ് ആണ്. ആ ഒരു കേസിൽ 2xy / x + y എന്നതായിരിക്കും ശരാശരി വേഗത. രണ്ടാമത്തെ കാര്യം പഠിച്ചത് നമ്മൾ എന്താണ്, ദൂരങ്ങളും വേഗങ്ങളും രണ്ടും ഡിഫറെൻ്റ് ആണ്. ആ ഒരു കേസിൽ ശരാശരി വേഗത കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ദൂരം ഡിവൈഡഡ് ബൈ ആകെ സമയം കണ്ടാൽ മതി. ഇനി നെക്സ്റ്റ് ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. ഒരാൾ 3 പ്രാവശ്യം തുല്യ ദൂരത്തിൽ യഥാക്രമം x km/h വേഗത്തിലും y km/h വേഗത്തിലും z km/h വേഗത്തിലും സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ യാത്രയിലെ ശരാശരി വേഗം എന്ന് പറയുന്നത് 3xyz / xy + yz + zx km/h വേഗതയായിരിക്കും. അതായത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരാൾ 3 പ്രാവശ്യം തുല്യ ദൂരത്തിൽ യഥാക്രമം x km/h y km/h z km/h വേഗത്തിൽ സഞ്ചരിച്ചാൽ ആ യാത്രയിലെ ശരാശരി വേഗം എന്ന് പറയുന്നത് 3xyz / xy + yz + zx km/h ആയിരിക്കും. അപ്പോൾ ടൈപ്പ് 2ൽ നമ്മൾ 3 ഇക്വേഷൻസ് പഠിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ക്ലിയർ ആവും. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടും. മാത്രമല്ല, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഭയങ്കര ഈസി ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 60 km/h വേഗത്തിലും തിരികെ ബിയിൽ നിന്ന് എയിലേക്ക് 65 km/h വേഗത്തിലും സഞ്ചരിക്കുന്നു എങ്കിൽ ഈ യാത്രയിൽ അയാളുടെ ശരാശരി വേഗം എത്രയാണ്? അപ്പോൾ ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശരാശരി വേഗമാണ് നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, തന്നിരിക്കുന്ന ദൂരങ്ങൾ സെയിം ആണോ എന്നുള്ളത് നോക്കുക. ഇവിടെ എയിൽ നിന്ന് ബിയിലേക്കും തിരികെ ബിയിൽ നിന്നും എയിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത് അല്ലേ. അതായത് ഇത് എ ആണെന്ന് വിചാരിക്കുക, ഇത് ബി ആണെന്ന് വിചാരിക്കുക. ആദ്യം എയിൽ നിന്ന് ബിയിലോട്ടൊരു വേഗത്തിൽ പോയി, നെക്സ്റ്റ് ബിയിൽ നിന്നും എയിലോട്ട്
വേറൊരു വേഗത്തിൽ സഞ്ചരിച്ചു. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അഥവാ ദൂരം എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ? അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ഇക്വേഷൻ എന്താണ് പഠിച്ചത്? ശരാശരി വേഗം കാണാനായിട്ട് 2xy ഡിവൈഡഡ് ബൈ x+y എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2 × x എന്ന് പറയുന്നത് ആദ്യത്തെ വേഗത എന്ന് പറയുന്നത് 60 ആണ്. രണ്ടാമത്തെ വേഗത എന്ന് പറയുന്നത് y ആണ്, 65 km/h ആണ്. ഡിവൈഡഡ് ബൈ 60 + 65 ഇസ് ഈക്വൽ ടു 60 × 65 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 60 × 65 എന്ന് പറയുന്നത് 0, 30, 3, 6, 36, 3, 39 ഇൻറ്റു 2 0, 0, 9, 2, 18, ബാലൻസ് 1, 3, 2, 6, 1, 7, 7800 എന്ന് മുകളിൽ വരും. ഡിവൈഡഡ് ബൈ 60ഉം 65 ആഡ് ചെയ്യുമ്പോൾ 125 ഇസ് ഈക്വൽ ടു. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 62.4 km/h ആണ്. ക്യാൻസൽ ചെയ്യുന്നില്ല, നിങ്ങൾ ക്യാൻസൽ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഒട്ടും ടൈമില്ല, അതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്ത് കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ ഈ ഒരു ക്യാൻസൽ ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം, സമഭുജ ത്രികോണാകൃതിയിലുള്ള ഒരു പാർക്കിൻ്റെ പുറത്തുള്ള റോഡിൽ കൂടി ഒരാൾ യഥാക്രമം 50, 60, 90 km/h മോട്ടോർ ബൈക്ക് ഓടിക്കുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരാശരി വേഗം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് ശരാശരി വേഗം തന്നെയാണ് അല്ലേ? അപ്പോൾ ശരാശരി വേഗം എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആണോ എന്നുള്ളത് നോക്കണം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് സമഭുജ ത്രികോണാകൃതിയിലുള്ള ഒരു പാർക്കിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ? സമഭുജം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളും ഈക്വൽ ആയിരിക്കും, അതായത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. ഒരാൾ യഥാക്രമം 50, 60, 90 km/h മോട്ടോർ ബൈക്ക് ഓടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡ് നമുക്ക് 3 എണ്ണമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് അപ്ലൈ ചെയ്യാം? നമ്മൾ ടൈപ്പ് 2 ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു. ഒരാൾ തുല്യ ദൂരത്തിൽ യഥാക്രമം XYZ km/h വേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ശരാശരി വേഗം കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? 3xyz ഡിവൈഡഡ് ബൈ xy പ്ലസ് yz പ്ലസ് xz km/h ആയിരിക്കും അല്ലേ? നമ്മളിപ്പോൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്താൽ മതി? ഇതിലങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈക്വൽ ടു 3 × ആദ്യത്തെ വേഗത എന്ന് പറയുന്നത് 50 ആണ്. നെക്സ്റ്റ് വേഗത എന്ന് പറയുന്നത് 60 ആണ്. അടുത്തത് സെഡ് എന്ന് പറയുന്നത് 90 km/h ആണ്. ഡിവൈഡഡ് ബൈ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 50 × y 60 പ്ലസ് 60 × 90 പ്ലസ് 50 × 90. ഇനി ഇതിൻ്റെ ആൻസർ അങ്ങ് കണ്ടാൽ മതി. നമുക്ക് ചെയ്യുമ്പോൾ 3 × 50 × 60 × 90 താഴെ എന്തായിട്ട് മാറും? 50 × 60 3000 പ്ലസ് 60 × 90 5400 പ്ലസ് 50 × 90 4500 ഇസ് ഈക്വൽ ടു 8140 വരും. ഡിവൈഡഡ് ബൈ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12900 എന്ന് കിട്ടും. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 0യും 0യും ക്യാൻസൽ ചെയ്തു. 8100 ഡിവൈഡഡ് ബൈ 129. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 62.79 എന്നാണ് ആൻസർ കിട്ടുന്നത്. നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 62.79. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തന്നത്. ക്യാൻസൽ ചെയ്യുന്ന, വെട്ടി ചെറുതാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 45 km/h വേഗത്തിലും തുടർന്ന് അവിടെ നിന്ന് സിയിലേക്ക് 60 km/h വേഗത്തിലും സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗം എത്ര km/h ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ശരാശരി കാണാനാണല്ലോ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് പ്രത്യേകത?
എ എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണെങ്കിൽ എയിൽ നിന്ന് ബിയിലോട്ട് 45 km/h വേഗത്തിലാണ് പോകുന്നത്. നെക്സ്റ്റ് ബിയിൽ നിന്നും സിയിലേക്ക് പോകുന്നുണ്ട്. 60 km/h മണിക്കൂർ വേഗതയിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ശരാശരി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ബാക്കി 2 ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോഴും അതിൽ നിന്നുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ 2 ഡിസ്റ്റൻസ് ആണ്. അതിൽ നിന്ന് എയിൽ നിന്നും ബിയിലോട്ടൊരു ഡിസ്റ്റൻസ്, ബിയിൽ നിന്നും സിയിലോട്ട് വേറൊരു ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. എന്താണ് നമ്മൾ പഠിച്ചത്? ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് x km/h വേഗത്തിലും തുടർന്ന് അവിടെ നിന്ന് സിയിലേക്ക് y km/h വേഗത്തിലും സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗം എന്ന് പറയുന്നത് എന്താണ്? x+y ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും അല്ലേ. x+y/2 കണ്ടാൽ മതി. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x എന്ന് പറയുന്നത് എന്താണ്? 45 y എന്ന് പറയുന്നത് എത്രയാണ്? 60 അല്ലേ. ഡിവൈഡഡ് ബൈ 2 കണ്ടാൽ മതി. ഇവിടെ ക്വസ്റ്റ്യനിൽ 2 തരത്തിലുള്ള ഡിസ്റ്റൻസ്, 2 വ്യത്യസ്ത തരത്തിലുള്ള ദൂരങ്ങൾ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 2 വ്യത്യസ്ത തരത്തിലുള്ള സ്പീഡും അഥവാ വേഗതയുമാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x+y ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 45ഉം 60ഉം കൂട്ടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 105 എന്ന് കിട്ടും. 105/2 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 105/2 52.5 km/h ആണ്. അപ്പോൾ നമുക്ക് ശരാശരി വേഗത എന്ന് പറയുന്നത് 52.5 km/h എന്ന് കിട്ടിയ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈപ്പ് 2 ആണ് കണ്ടത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടൈപ്പ് 3യുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.